നമസ്കാരം. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടും, രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടും, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടോ? ഇത് ആക്ച്വലി നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല ഇത് നേടാൻ പറ്റാത്തത്. നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഹാർഡ് വർക്ക് ചെയ്യൂ, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നല്ലപോലെ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ടീച്ചർമാരും പാരൻസും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അതിൽ നീ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്, അതിൽ നീ കൂടുതൽ എഫേർട്ട് ഇടാനുണ്ട്, കൂടുതൽ സമയം ആ ഒരു സബ്ജക്റ്റിൽ ചിലവഴിക്കേണ്ടതുണ്ട് ബെറ്റർ ആവാൻ മാർക്ക്. പക്ഷേ ചൈനീസ് ഫിലോസഫി ഉണ്ട്, ടാവോയിസം എന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്ന വൂവേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് പറയുന്നത്. ഈ ഒരു ഫിലോസഫിയിലൂടെ നോക്കുമ്പോൾ അതിൽ പറയുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഫേർട്ട്ലെസ് ആയിട്ട് നേടാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫിലോസഫിയിലൂടെ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ സക്സസ്സൊക്കെ എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മളെപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റും എന്താണെന്ന് വെച്ചാൽ മാക്സിമം എഫേർട്ട് ഇടുക, ഹാർഡ് വർക്ക് ചെയ്യുക, അപ്പോൾ റിസൾട്ട് ഉണ്ടാവും, സക്സസ് ഉണ്ടാവും. ഇതൊരു പ്രൊപ്പോഷണലായിട്ടുള്ള ഒരു ഇക്വേഷനായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രയും സക്സസ് നമുക്കുണ്ടാവും. പക്ഷെ ആക്ച്വലി റിയൽ ലൈഫിൽ നടക്കുന്നത് ഇങ്ങനെ ഒരു പ്രൊപ്പോഷണൽ ഇക്വേഷനിലല്ല. വൂവേ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നത് നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നു എന്നുള്ളതിലല്ല കാര്യം, അത് എപ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നാണ് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് ആ പുഴയിൽ മാക്സിമം ഡിസ്റ്റൻസ് നീന്തി കവർ ചെയ്യുക എന്നുള്ളതാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് 3 ചോയ്സ് ഉണ്ട് ഇതിൽ. ആദ്യത്തേതെന്ന് വെച്ചാൽ പുഴയുടെ എഗൻസ്റ്റ് അതിൻ്റെ കറണ്ട് ഉണ്ട്. പുഴ എന്ന് പറയുന്നത് ഒരു മലമുകളിൽ നിന്ന് കടലിലോട്ട് ഒഴുകുന്ന ഒരു ഫ്ലോ ആണ് അതിനുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഫ്ലോവിനെതിരെ സ്വിം ചെയ്യാൻ പറ്റും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആ ഫ്ലോവിൻ്റെ കൂടെ നമുക്ക് സ്വിം ചെയ്യാൻ പറ്റും. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മളൊരു തടി കഷ്ണത്തിലോ എന്തെങ്കിലും പിടിച്ച് ജസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് അധികം എഫേർട്ടൊന്നും എടുക്കാതെ ജസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏത് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ പുഴയുടെ ഫ്ലോവിന് എഗൻസ്റ്റ് സ്വിം ചെയ്ത് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത്? അതോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുഴയുടെ ആ കറണ്ട് അല്ലെങ്കിൽ ആ ഫ്ലോവിൻ്റെ കൂടെ സ്വിം ചെയ്ത് മാക്സിമം എഫേർട്ട് എടുത്താൽ മാക്സിമം ഡിസ്റ്റൻസ് എത്താൻ പറ്റുന്നുണ്ട്? ഓർ മേ ബി ചിലപ്പോൾ ജസ്റ്റ് ആ പുഴയിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നാലായിരിക്കാം മാക്സിമം ഡിസ്റ്റൻസ് എത്താൻ പറ്റുക. ഇതിൻ്റെ ആൻസർ ഞാൻ ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേക്കും പറയാം. പക്ഷെ ഞാൻ ഈ കോൺസെപ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറയുകയോ ഫെയിലാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ നിങ്ങളെ വല്ലാണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ പല തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ആ സബ്ജക്റ്റിലെ മാർക്ക് ബെറ്റർ ആക്കാൻ വേണ്ടി. പക്ഷെ ആലോചിച്ച് നോക്ക്, നിങ്ങളൊരു വിത്തെടുത്ത് അത് മുളയ്ക്കാനായിട്ട് കുഴിച്ചിട്ടു. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു തൈ വന്ന് 2 ഇല ആയപ്പോഴത്തേക്കും പിന്നെ അത് സ്റ്റക്കാവും, പിന്നെ അത് വളരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു തൈൻ്റെ അടുത്ത് പോയിട്ട് അതിന് ചീത്ത പറയും, അതിൻ്റെ ഇല പറിച്ച് കളയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബെറ്ററായിട്ട് വളരുമോ? ഇല്ല, അതോടെ ചത്തുപോവുകയുള്ളൂ ആ ഒരു തൈ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ലൈഫിലും അപ്രോച്ച് ചെയ്യേണ്ടത്. എപ്പോഴും മാക്സിമം എഫേർട്ട് എടുക്കുക അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല സൊല്യൂഷൻ എന്നുള്ളത്. നമ്മൾ പല കാര്യങ്ങൾ നേരിടുമ്പോഴും നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വീക്ക്നെസ് കുറേ ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ടാവും. അപ്പോൾ വീക്കായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മുടെ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് യൂസ് ചെയ്ത് ലൈഫ് ഡിസൈൻ ചെയ്യുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ജോബ് വേണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് മാത്സ് നിങ്ങളുടെ ഒരു സ്ട്രോങ് പോയിൻ്റ് അല്ല, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നിങ്ങളുടെ ഒരു സ്ട്രോങ് പോയിൻ്റ് അല്ല എന്നറിയാം. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ ആൾക്കാരുടെ ആയിട്ട് ഇടപഴകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുടെ അടുത്ത് സംസാരിച്ച്
ആളുടെ ആങ്കർ ലെവലൊക്കെ കുറയ്ക്കാനുള്ളൊരു കഴിവുണ്ട് നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ജോബ്സിൽ, നേരത്തെ പറഞ്ഞ ജോബ്സിലല്ല പോകേണ്ടത്. നിങ്ങൾ കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ആൾക്കാരായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ജോബ്സ് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സക്സീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുക. നിങ്ങളുടെ ജോബ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങളുടെ സ്ട്രെങ്ത്സ് ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എഫേർട്ട്ലെസ് ആയിട്ട് സക്സീഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരാം. നല്ല ശക്തിയിൽ ഒഴുകുന്ന ഒരു പുഴ, അതിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യണം നീന്തി. അപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് നീന്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ പെട്ടെന്ന് വയ്യാതെയാവും. നിങ്ങൾക്ക് അധികം നേരം അല്ലെങ്കിൽ അധികം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എന്തായാലും പറ്റില്ല. പിന്നെയുള്ള 2 ഓപ്ഷൻ ലോജിക്കലി ആലോചിക്കുമ്പോൾ, ഒന്നെങ്കിൽ പുഴയുടെ ഫ്ലോയുടെ അനുസരിച്ച് മാക്സിമം എഫേർട്ട് ഇട്ട് സ്വിം ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു തടി കഷ്ണത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക, എനർജി കൺസേർവ് ചെയ്യാം. ഇതിൻ്റെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് ലോജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ, ചില സമയങ്ങളിൽ നമ്മൾ സൈലൻ്റായിട്ട് അല്ലെങ്കിൽ എഫേർട്ട് എടുക്കാതെ മിനിമം എഫേർട്ടിൽ പോകേണ്ട സമയങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കേണ്ട സമയങ്ങളും ഉണ്ടാവും. അത് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ലൈഫിൽ സക്സീഡ് ചെയ്യാൻ നമുക്ക് വേണ്ട ഒരു പോയിൻ്റ്. ഇപ്പം നമ്മൾ ആ പുഴ ശക്തിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വലിയ എഫേർട്ട് ഒന്നും എടുത്തില്ലെങ്കിലും ഒരു നല്ലൊരു പേസിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, ആ ടൈമിൽ കൂടുതൽ എഫേർട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ മിനിമം എഫേർട്ട് എടുത്ത് നിങ്ങളുടെ എനർജി കൺസേർവ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം വന്നു, അപ്പോൾ അവിടെ പുഴ അത്ര ഫാസ്റ്റായിട്ട് ഒഴുകുന്നില്ല, ആ സമയത്താണ് നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് എഫേർട്ട്ലെസ്ലി സക്സീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ എവറിഡേ പ്രോബ്ലംസ് നമ്മൾ ഫിലോസഫിയുടെ ലെൻസിൽ മനസ്സിലാക്കാനും അതേപോലെ തന്നെ അത് ഓവർകം ചെയ്യാനുള്ള വഴികൾ എന്താണെന്ന് മനസ്സിലാക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിൽ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.